ഗൈസ്, അപ്പം ഞാനും ഷിൻജാനും തന്നെ നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നേക്കാണ്. 55 ആയിട്ടുണ്ട്. അണ്ണാ നമുക്ക് ആദ്യം തന്നെ പടക്കം വാങ്ങാം, എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇട്ട് തന്നിട്ട് പൊട്ടിക്കാം. നീ പറഞ്ഞ കറക്റ്റ്. ഏതായാലും നമുക്ക് നേരെ പോയി പടക്കക്കടയിൽ പോകാം ഗൈസ്. ഇവിടെ അടുത്ത് പടക്കക്കട ഉണ്ട്, എനിക്കിവിടെ അറിയാം ഗൈസ്. ഏതായാലും നമുക്ക് നേരെ പോയി പടക്കം വാങ്ങാം ഗൈസ്. നമുക്ക് വലിയ പടക്കമൊന്നും വേണ്ട, കുറച്ച് മതി. നമുക്ക് ഏതായാലും പതുക്കെ പോകാം. 50 സബ്സ്ക്രൈബേഴ്സായിട്ട് വണ്ടി പോയാലേ. അണ്ണാ പിന്നെ നമുക്ക് കുറച്ചും കൂടി പരിപാടിയൊക്കെ വേണ്ടേ? അതൊക്കെ ഞാൻ ഒരുക്കാം ഗൈസ്. നമ്മൾ പടക്കക്കടയിൽ നമ്മൾ റോഹൻ്റെ വീട്ടിൻ്റെ അടുത്തോട്ടാണ് ഗൈസ്. നമുക്ക് ഇന്ന് റോഹനെയൊന്നും കാണാനൊന്നും വയ്യ, അതിനുള്ള സമയമൊന്നുമില്ല ഗൈസ്. ഏതായാലും നമുക്ക് പെട്ടെന്ന് സെലിബ്രേറ്റ് ചെയ്ത് രാത്രി ആവുന്നതിന് മുമ്പ് സെലിബ്രേറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് ഏതായാലും കടേൻ്റെ അകത്ത് തന്നെ ചെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ നമ്മൾ പടക്കം നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ പടക്കം. കണ്ടു ഗൈസ്, പറന്ന് പോകുന്നതാണ്. കണ്ടു ഗൈസ്, ഇത് ആകാശത്ത് നിന്ന് പൊട്ടിക്കറിയുന്ന ടൈപ്പ് പടക്കമാണ്. ഒത്തിരി നല്ല ഇതായിട്ട് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വണ്ടിയിൽ വല്ലതും ചെന്ന് അടിക്കുകയാണെങ്കിൽ ഇത് പൊട്ടും ഗൈസ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ പൊട്ടും. ഒത്തിരി സീനാണ് ഈ പടക്കം. അണ്ണാ ഒന്ന് പെട്ടെന്ന് വരുമോ? കുറെ നേരമായി. ഞാൻ പടക്കം നോക്കിയല്ലേടാ. ഏതായാലും നമുക്കിനി നേരെ അണ്ണാ നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. നീ പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ വില്ലേജിൻ്റെ അടുത്തായിട്ട് ചായക്കടയുണ്ട് ഗൈസ്. നമുക്ക് ചായയൊക്കെ വാങ്ങാം. കേക്ക് വാങ്ങണം ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സാണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഏതായാലും നമുക്ക് നേരെ പോയി വില്ലേജിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ പോയി ചായ വാങ്ങണം. അയ്യോ ഇടിക്കില്ലേ, ജസ്റ്റ് മിസ് ഗൈസ്. ഏതായാലും ഈ വീഡിയോക്കെങ്കിൽ നിങ്ങളൊരു 10 ലൈക്കിന് മേളിൽ എത്താൻ സഹായിക്കുക ഗൈസ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ലൈക്ക് ചെയ്താൽ. അതാണെങ്കിൽ എനിക്കൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അണ്ണൻ ആ ചേട്ടനെ ഇടിച്ചിട്ടു. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതായാലും നേരെ വില്ലേജിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ അണ്ണ പറഞ്ഞ നിങ്ങളെല്ലാവരും കേൾക്കണം കേട്ടോ. ഈ ചാനലിൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആക്കി തരണം. അതൊക്കെ അവരാക്കി തരുമായിരിക്കും. ഏതായാലും നമുക്ക് നേരെ വില്ലേജിൽ പോയിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. വില്ലേജിൻ്റെ വില്ലേജ് എത്തിയിട്ടുണ്ട്, ഇനി കാണിക്കണ്ട. എന്നാൽ നമുക്ക് ഇവിടെ നല്ല ചൂട് ചായ കുടിക്കാം. അതിനല്ലേ ഞാൻ വന്നത്, നീ ഉണ്ടായില്ല ഗൈസ്. നമുക്ക് വണ്ടിയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ. അയ്യോ വണ്ടി ഇടിച്ച് കുഴപ്പമില്ല. നമുക്ക് ഷിൻജാനെയും കൊണ്ട് ഇനി ചായ കുടിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ എത്തിയിട്ടുണ്ട്. എടാ ചേട്ടാ, നല്ല 2 ചൂട് ചായ ഇങ്ങടുത്തേക്ക്. മോനെ, ഞാൻ നല്ല ചൂട് ചായ ഇങ്ങടുത്തേക്കാം. എടാ ഷിൻജാനെ, നിനക്കും ചായ മതിയല്ലോ? എന്നാ എനിക്ക് ചായ മതി ഗൈസ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷിൻജാനെ നമുക്ക് എന്താണ് പരിപാടി? എന്നാൽ നമുക്കൊരു കാർ എടുത്താലോ? 50 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട്. അത് നീ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ പിന്നെ കുറേ കാറൊക്കെ വിറ്റ് നമ്മളതിൽ നല്ല പൈസ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു കിടിലൻ കാറങ്ങ് എടുക്കാം. ഈ കാറിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്കിനി രാത്രി വേണം പടക്കമൊക്കെ പൊട്ടിക്കാൻ. ഇത് ചെയ്താലും നമുക്ക് ഷോറൂമിലേക്ക് പറപ്പിച്ച് വിടാം. നമ്മുടെ ഷോറൂം അടുത്താണെങ്കിൽ നമുക്ക് BMW ഒക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ചെന്നിട്ട് നല്ല വണ്ടിയും കണ്ടാൽ ഞാൻ മാറ്റും ഗൈസ്. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. ഈ വണ്ടീന് പോയാലും കുഴപ്പമില്ല. എടാ ഷിൻജാന് നീ വരണ്ട കേട്ടോ, ഞാൻ പോയിട്ട് വരാം. എനിക്ക് വയ്യ, എനിക്ക് ഫോണും കണ്ടോളും, ഞാൻ ഇവിടെ ഇരുന്നോളാം ഗൈസ്. അപ്പോൾ അവനാണെങ്കിൽ അവിടെ ഫോണും കണ്ടിരുന്നോളും. ഏതായാലും നമുക്ക് ഷോറൂമിൽ പോവാം. മതിൽ ഇടാൻ പറ്റുമോ? നമുക്ക് ഈ വഴി പോവാം ഗൈസ്, അതാണ് എളുപ്പം. അയ്യോ മൂടിടിച്ച് വീണിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മളെ ബാഗിൻ്റെ അകത്ത് പൈസയൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നമുക്കൊരു കിടിലൻ കാറങ്ങ് വാങ്ങാം. എന്തോ സാർ, കാറ് നോക്കാനാണോ വന്ന? അല്ല, ടിപ്പർ നോക്കാനാണ് വന്ന. സാറ് ഭയങ്കര തമാശക്കാരനാണല്ലോ. ആണെങ്കിൽ എനിക്ക് ഈ ഒരു മസ്താങ്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മസ്താങ്കിന് എത്ര? മസ്താങ്കിന് വലിയ പൈസയൊന്നുമില്ല, 2 കോടിയുള്ളൂ. 2 കോടിയോ? കുഴപ്പമില്ല ഗൈസ്. ഏതായാലും നമുക്ക് പൈസ അങ്ങ് അയച്ചു കൊടുത്തേക്കാം. 2 കോടിയല്ലേ ഉള്ളൂ.
ആ 2 കോടി ഉണ്ട്. ചോദിച്ചപ്പോൾ നമ്മൾ 2 കോടി അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ സാർ എനിക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ സ്ഥലം വിട്ടോ. ഇങ്ങനെയാണോ ഇവിടെ കസ്റ്റമറുടെ അടുത്ത് പെരുമാറുന്നത്? അതെന്തെങ്കിലും ആവട്ടെ ഗൈസ്. നമുക്ക് ഷിൻചാനാണെങ്കിൽ മറ്റേ കാർ ഇരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇനി ഷിൻചാനെ പോയി അയാൾക്ക് ഇട്ടൊരു തട്ട് തട്ടി, അത് കുഴപ്പമില്ല ഗൈസ്. ആ ചത്തയൊന്നുമില്ല. ഏതായാലും നമുക്ക് നേരെ പോയി ഷിൻചാനെ വിളിക്കാം ഗൈസ്. കുതിരയൊക്കെ ചത്ത് കിടക്കുന്നു ഗൈസ്. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ പുതിയ കാർ ഗൈസ്. ഇനി ഷിൻചാനെയും കൂടി വിളിച്ച് കയറ്റണം. നമ്മളെ ഡിഫൻഡർ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അവനാണെങ്കിൽ ഫ്രീ ഫയർ കളിയാണ് ഗൈസ്. അവിടെ ഇരുന്ന് നമുക്കിനി സെലിബ്രേറ്റ് ഒക്കെ ചെയ്യണം ഗൈസ്. ഇപ്പോൾ ഷിൻചാനൊക്കെ കയറിയിട്ടുണ്ട്. അണ്ണാ ഇനി നമുക്ക് കേക്ക് വാങ്ങാം. ഇനി നമുക്ക് നീ പറഞ്ഞ പോലെ കേക്ക് വാങ്ങാം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ കേക്ക് വാങ്ങാം ഗൈസ്. ഇവിടെ അടുത്ത് കേക്ക് കടയൊക്കെ ഉണ്ടോ എന്തോ? ഇവിടെ ഉണ്ട് ഗൈസ്, എനിക്കറിയാം. നമുക്ക് ഏതായാലും നേരെ കേക്ക് കടയിൽ പോവാം. അണ്ണാ പുതിയ വണ്ടിയാണ്, ഇടിക്കുകയൊന്നും ചെയ്യരുത്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കേക്ക് കടയിൽ പോവാം ഗൈസ്. കിടിലം വണ്ടി ഗൈസ്. എന്നാലും നേരെ കേക്ക് കടയിൽ പോവാം ഗൈസ്. പതുക്കെ പോവാം. അത്യാവശ്യം എക്സ്പെൻസീവ് വണ്ടിയാണ് ഗൈസ്. നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. എനിക്കിത് 50 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ എഴുതണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയില്ല ഗൈസ്. അതാണ് ഗൈസ് നമ്മൾ കേക്ക് കട. ഏതായാലും നമ്മൾ കേക്ക് കടയിലോട്ട് നിർത്താം ഗൈസ്. കേക്ക് കടയിലെ ബേക്കറി, നമുക്ക് ബേക്കറി നിർത്തിയിട്ടുണ്ട്. ഷിൻചാനെ നീ വരണ്ട കേട്ടോ, ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കൊരു നല്ലൊരു കേക്ക് അങ്ങ് വാങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിയതെന്ന് വെച്ചാൽ ഒരു ഓറിയോൻ്റെ കേക്കായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് വേണം കേക്കൊക്കെ മുറിക്കാൻ. അണ്ണാ നമുക്ക് ബീച്ചിൽ പോയാലോ? ഇന്ന് വേണമെങ്കിൽ ബീച്ചിൽ പോകാം ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയല്ലേ. അണ്ണാ നേരെ ബീച്ചിലോട്ട് വിട്ടോ. ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം ബീച്ചിലോട്ട് പോകാം. രാത്രി വരെ അവിടെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കണം, പടക്കമൊക്കെ പൊട്ടിക്കാം. അണ്ണാ അതാ നല്ലത്. അണ്ണാ ഏതായാലും നേരെ ബീച്ചിലോട്ട് പൊയ്ക്കോ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ ബീച്ചിലോട്ട് പോകാം. ഷിൻചാൻ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്, ഫ്രീ ഫയർ കളിക്കണം. ഫണ്ട് തട്ടാതിരുന്നാൽ മതി ഗൈസ്. ഏതായാലും നമുക്ക് ബീച്ചിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഷിൻചാനെ ഇറങ്ങടാ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചു. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പുതിയ വണ്ടി ഒന്ന് വാങ്ങാമല്ലോ. പിന്നെ പുതിയ വണ്ടി ഇതങ്ങ് ശരിയാക്കിയാൽ മതി ഗൈസ്. ഏതായാലും ഇനി രാത്രിയാകുമ്പോൾ നമുക്ക് പോവാം. ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ, കുറേ ദിവസമായി ഗൈസ് കുളിച്ചിട്ട്. ഗൈസ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. എടാ ഷിൻചാനെ വാട, നമുക്കിനി നേരെ വീട്ടിൽ പോകണം. നമുക്കാണെങ്കിൽ ഡിന്നർ കഴിയണം ഗൈസ്. നമ്മൾ മറ്റേ 12 മണിക്ക് തിന്നുന്ന ചോറൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഷിൻചാനെ വന്ന് വണ്ടി കയറാം. അണ്ണാ ഇനി നമുക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോവാം. നമുക്ക് എന്തായാലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകാം ഗൈസ്. നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറും പോയി, ഗ്ലാസും പോയി. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് റിപ്പയർ ചെയ്യാം. നമുക്ക് നേരെ 5 സ്റ്റാർ ഹോട്ടലിലോട്ട് പോകാം ഗൈസ്. ഇപ്പോൾ മിലിറ്ററി ബേസൊക്കെ നിങ്ങൾ കാണാതിരിക്കും. അവിടെ ഇരിക്കാതിരുന്നാൽ ഗൈസ്. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മളെ 5 സ്റ്റാർ ഹോട്ടൽ. നമുക്ക് ഏതായാലും വണ്ടി അങ്ങോട്ടേക്ക് അങ്ങ് നിർത്താം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയാണ് എന്നിട്ടാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കാനൊക്കെ ഉള്ളത്. ഗൈസ്. ഞാനും ഷിൻചാനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഷിൻചാൻ മുമ്പേ കാറ് കയറി ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ കാരണം എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ പോയി? 30,000 രൂപ പോയി. എന്നാൽ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാം. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കേക്ക് മുറിക്കണം, പടക്കം പൊട്ടിക്കണം. ആദ്യം നമുക്ക് കേക്ക് മുറിക്കാം. ആദ്യം നമുക്ക് കേക്ക് മുറിക്കാം. എനിക്ക് എന്നാലും എൻ്റെ വയറ്റിൽ സ്പേസ് ഉണ്ട്. അയ്യോ ഗൈസ്. നമ്മളെ വണ്ടി പപ്പടമായിട്ടുണ്ട്, അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഏതായാലും നേരെ പോയി നമ്മളെ വീട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കണം ഗൈസ്. റോഹനെ കൂട്ടണോ? അവൻ വരുമെങ്കിൽ വരട്ടെ ഗൈസ്. അവൻ വന്നോളും. നമ്മളെ ഡിഫൈൻഡർ ആണെങ്കിൽ അവിടെ എവിടെ കണ്ട ഇരിക്കുകയാണ്.
അതിൽ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മളെ കേക്ക് മുറിക്കാം. ഗൈസ് അപ്പം നമ്മളാണെങ്കിൽ റോഹനെ വിളിച്ചിട്ടുണ്ട്, പിന്നെ ഷിൻജാനെ വിളിച്ചിട്ടുണ്ട്. അണ്ണാ ഇനി നമുക്ക് കേക്ക് മുറിക്കാം. അയ്യോ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഏതായാലും നേരെ പോയി കേക്ക് മുറിക്കാം. നമുക്ക് കേക്കൊക്കെ ഡൈനിങ് ടേബിളിൽ സെറ്റാക്കി വെക്കാം ഗൈസ്. അപ്പം നമ്മൾ കേക്കൊക്കെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ കേക്കും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിക്കാം ഗൈസ്. അപ്പം നമ്മൾ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. അണ്ണാ നമുക്കിനി പടക്കം പൊട്ടിക്കാം, എല്ലാവരും മുമ്പിൽ വെച്ച് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് കൂവി വിളിക്കാം 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് നല്ലതാണ് ഗൈസ്. നമ്മുടെ ഷിൻജാൻ അയ്യോ നിന്റെ പാട്ട വണ്ടി കാരണം നമുക്ക് പണി കിട്ടി. അത് കുഴപ്പമില്ലടാ ഷിൻജാനെ. ഗൈസ് ഏതായാലും അവർ വണ്ടി അവിടെ ഇടിച്ച് കിടപ്പുണ്ട്, ഏതായാലും കുഴപ്പമില്ല, അവരെന്തായാലും വന്നോളാം ഗൈസ്. എടാ ഫ്രാങ്ക്ലിൻ, അപ്പോൾ നമുക്ക് പടക്കം പൊട്ടിക്കാം അല്ലേ? അവിടെ പൊട്ടിക്കാന്ന് ഗൈസ്. നമ്മൾ വാങ്ങിയ പടക്കം തന്നെ രാത്രി പൊട്ടിക്കുമ്പോൾ പൊളിയായിരിക്കും ഗൈസ് നമ്മളെ പടക്കം. താങ്ക് യു ഫോർ ആൾ 50 സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ കൂവി വിളിച്ചിട്ടുണ്ട്. എടാ ഷിൻജാനെ പറ താങ്ക് യു ഫോർ ആൾ 55 സബ്സ്ക്രൈബേഴ്സ്. ഇത് ഏതായാലും നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ചേട്ടാ മുടയാണോ ഗൈസ്? ഞാൻ പറഞ്ഞില്ല, ഇനി പവറുള്ള സാധനമുണ്ട് ഇതൊക്കെ കിടക്കുന്നത് ഗൈസ്. ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അല്ലെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾ കാരണമാണ് ഗൈസ് നമ്മുടെ വീഡിയോയ്ക്ക് ഇത്രയും വ്യൂസ് എല്ലാം കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ബൈ.